സംഹരിക്കുന്നത് അത്ര ധീരമായ കാര്യമൊന്നുമല്ല. കരുത്തിന്റെ ഹുങ്കിൽ ആരെങ്കിലും അവരുടെ പ്രജകളെ അങ്ങനെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവരെ ഭീരുവെന്നായിരിക്കും വിളിക്കുക. രൂപവതി ദേവതേ രാജകന്യേ രൂപവതി. ദുർബലരായ പ്രജകളെ സ്വന്തം ജീവൻ നൽകിയും സംരക്ഷിക്കേണ്ടതാണ്. അല്ലെങ്കിൽ പ്രജകൾ സ്വന്തം രാജാവിൽ നിന്നും അകന്നു പോകാൻ ആഗ്രഹിക്കും. എന്നാൽ ഇത് രൂപനഗരമാണ്, ഭഗവാന്റെ രാജ്യം. ഇവിടെ പ്രജകൾ രാജാവിനെ ഭയക്കാറില്ല, രാജാവിനെ ബഹുമാനിക്കുക മാത്രമാണ് ചെയ്യാറ്. കനവാണു നീ, നിറവാണു നീ, പ്രജകൾ സ്നേഹിക്കും. ആ സ്നേഹം എപ്പോഴും നിലനിൽക്കുകയും ചെയ്യും. രാജകുമാരി, അങ്ങ് എന്താണ് ചെയ്യുന്നത്? അങ്ങ് നമ്മുടെ ഗുരുവിന് തുല്യനാണ്. ഇപ്രകാരം നമ്മെ ലജ്ജിതയാക്കാതിരിക്കൂ. വിശാഖേ, ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകൂ. ഇനിയുള്ള കാലം ഇദ്ദേഹത്തിന് കഠിനാധ്വാനം ഒന്നും ചെയ്യേണ്ട ആവശ്യകത ഉണ്ടാവരുത്. നാം അതിനുള്ള സംവിധാനം ഒരുക്കുന്നതാണ്. പോയിക്കോളൂ. രൂപവതി 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 രൂപവതി. ഭഗവാന്റെ ആഗ്രഹം ഭഗവാൻ തന്നെ നടപ്പിലാക്കട്ടെ. നമ്മുടെ രാജകുമാരിയെ കണ്ടല്ലോ. രാജകുമാരി ഒരു പുരുഷനായി ജനിക്കാതിരുന്നത് വളരെ നന്നായി. അല്ലെങ്കിൽ അവർ ഈ രൂപനഗരത്തിന്റെ രാജാവായിരുന്നെങ്കിൽ ഈ രാജ്യം കേവലം 2 ദിവസത്തിൽ തന്നെ ചിതറിപ്പോകുമായിരുന്നു. ആ പറഞ്ഞത് സത്യമാണ്. മഹാരാജാവിന്റെ സഹോദരപുത്രൻ കുമാരദേവനായത് വളരെ നന്നായി. രൂപനഗരത്തിന് നല്ലൊരു രാജാവിനെ ലഭിക്കും. അങ്ങനെ രാജാവ് രക്ഷപ്പെടും. മഹാരാജൻ അങ്ങിത്രയും അസ്വസ്ഥനായി കാണുന്നത് എന്തുകൊണ്ടാണ്? അങ്ങിനി മറ്റാരെങ്കിലും സിംഹാസനത്തിലിരുത്താൻ തീരുമാനമെടുത്തിട്ടുണ്ടോ? ഇല്ല, ഇക്കാര്യം ഇപ്പോൾ ആരും അറിയാൻ പാടില്ല. ഉചിതമായ സമയമെത്തുമ്പോൾ നാം തന്നെ പ്രഖ്യാപിക്കുന്നതാണ്. പിതാശ്രീ, നിൽക്കൂ നിൽക്കൂ. അത് പിന്നെ കാണിക്കൂ. ഇതെന്താ? ഈ മുറിവിപ്പോൾ വലുതായിരിക്കാണല്ലോ. അല്ലയോ രാജവൈദ്യൻ, പിതാശ്രീ സുരക്ഷിതനല്ലേ? നാം സുരക്ഷിതനാണ് പുത്രി, നീ ആശങ്കപ്പെടേണ്ടതില്ല. നാം സുരക്ഷിതം തന്നെയാണ്, നീ ആശങ്കപ്പെടേണ്ട. സത്യത്തിൽ നമുക്ക് പ്രായമേറെയായല്ലോ. നാം ചിന്തിക്കുകയായിരുന്നു, സിംഹാസനം ഉപേക്ഷിച്ച ശേഷം പുതിയ രാജാവിന്റെ നാമം പ്രഖ്യാപിക്കാമെന്ന്. ഇതെന്താ ഇത്ര തിടുക്കത്തിൽ പുതിയ രാജാവിന്റെ നാമം പ്രഖ്യാപിക്കുന്നത്? പുത്രി, രാക്ഷസന്മാർ ഇപ്പോഴും തുടർച്ചയായി നമ്മുടെ രാജ്യത്തിൽ ആക്രമണം നടത്തുകയാണ്. നമുക്ക് പ്രായമേറുകയാണ്, നാം വൃദ്ധനായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് അവരെ എങ്ങനെയാണ് നേരിടാൻ കഴിയുക എന്ന് കൂടി പറയൂ. പക്ഷെ അങ്ങ് എന്നും അവരെ തടഞ്ഞതാണല്ലോ. അതുപോലെ പിതാശ്രീ കുമാരദേവൻ അങ്ങോടൊപ്പം എപ്പോഴും ഉണ്ടാകുമല്ലോ. അങ്ങയ്ക്ക് ശേഷം കുമാരദേവൻ നമ്മുടെ രാജ്യത്തെ സുരക്ഷിതമാക്കുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. ഇതുവരെ നാമും അങ്ങനെയാണ് കരുതിയിരുന്നത്. ഒരു സമർത്ഥനായ രാജകുമാരന് നിന്നെ കരം പിടിച്ചേൽപ്പിക്കണം. അങ്ങനെ നീ നമ്മുടെ അനന്തരാവകാശിയുമാവും. എന്നാൽ ഈ യുഗപുരുഷൻ ആദിദേവന്റെ ആജ്ഞ എല്ലാം താറുമാറാക്കിയിരിക്കുന്നു. അങ്ങ് എന്താണ് ചിന്തിക്കുന്നത്? അഥവാ എന്നെങ്കിലും ഒരിക്കൽ നിനക്ക് ഉടവാളെടുത്ത് പ്രയോഗിക്കേണ്ടി വന്നാൽ അതിന് സാധിക്കുമോ നിനക്ക്? ഉടവാളോ? വീണ്ടും പരാജയം, വീണ്ടും പരാജയപ്പെട്ട് വന്നിരിക്കുകയാണോ? ആ മഹാഅമൃതജലം വീണ്ടും നമ്മുടെ കൈവിട്ടു പോയിരിക്കുകയാണ്. അഥവാ വിക്രമദേവന് കുമാരദേവന് ഇല്ലായിരുന്നെങ്കിൽ ഹേ ഔഷധച്ചെടിയെ, നീയും തോറ്റിട്ട് വന്നിരിക്കുകയാണോ? നിനക്കെന്താ ലജ്ജ തോന്നുന്നില്ലേ?
രൂപനഗരത്തിൽ വിക്രമദേവൻ സിംഹാസനത്തിൽ ഇരിക്കുന്ന കാലം അത്രയും അവിടെ നിന്ന് നമുക്ക് ആ അമൃതജലം ലഭിക്കാൻ പോകുന്നില്ല ജോഡില. തെറ്റാണ്, തികച്ചും അസംബന്ധം. നിന്റെ ഈ സങ്കല്പം തികച്ചും അസംബന്ധമാണ്. കണ്ടില്ലേ, ആ രാജാവ് ഇപ്പോൾ ദുർബലനായി തീർന്നിരിക്കുകയാണ്. അയാളുടെ ശക്തി ഇപ്പോൾ പഴയതുപോലെ ഉണ്ടാവില്ല. അതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ഓ ജോഡില, രാജാവ് ദുർബലനാണ്. അതിനർത്ഥം രൂപനഗരവും ദുർബലമാണ്. അതിനർത്ഥം രൂപനഗരത്തിന് മോശം ദിനങ്ങൾ വരാൻ പോവുകയാണ്.